ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി. അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്തായാലും മിസ് ചെയ്യാതെ ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എൻ്റെ അരിപ്പ കുറച്ച് വലുതാട്ടോ, എൻ്റെ ചെറിയ അരിപ്പയൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ അരിപ്പ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന ഒരു 2 ടീസ്പൂൺ ഒന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈ മിക്സ് ചെയ്യുന്ന എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ മൈദയും ട്യൂട്ടി ഫ്രൂട്ടിയോട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിലേക്ക് നമ്മൾ ഈ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഈവൻലി സ്പ്രെഡായിട്ട് കിട്ടും. അതല്ല നമ്മളിത് മിക്സ് ചെയ്യാതെയാണ് വെറുതെയാണ് നേരിട്ടിടുന്നതാണെങ്കിൽ ഇതെല്ലാം താഴെ ഏറ്റവും ബോട്ടം ലെയറിൽ പോയിട്ട് കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ആദ്യം ഒരു പകുതിയാണ് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഹാഫ് പാർട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. കൂടുതലിട്ട് നമുക്ക് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ട്യൂട്ടി ഫ്രൂട്ടി എല്ലായിടത്തേക്കും എത്താൻ തരത്തിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിയിലും മുകളിലും നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ആയാലും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഇട്ട് കൊടുക്കാം. ഈ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ എല്ലാ സൈഡുകളിലും കൂടിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് പാനിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു പകുതി വരെ ബാറ്റർ ഒഴിച്ചാൽ മതി, ബാക്കി നമുക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്കൊരു പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനത് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് വരെ വേണ്ടി വരും ഇതൊന്ന് ബേക്കായി വരാനായിട്ട്. ഏതോ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഒരേ നമ്മുടെ ഓവൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കിയുമ്പോൾ ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്തു കേട്ടോ ബേക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഉണ്ടോ അതൊക്കെ? അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക്